ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ മാത്സിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലെ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കുറച്ചധികം പാഠങ്ങൾ 13 ചാപ്റ്റേഴ്സ്, മൊത്തം 8 മുതൽ 13 ചാപ്റ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിലത്തെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റേഷ്യോ ആണ് റേഷ്യോ അഥവാ അംശബന്ധം എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി 7ാം ക്ലാസ്സിൽ ഒക്കെ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധത്തെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം അംശബന്ധത്തെക്കുറിച്ച് ഒരു ചെറിയൊരു എക്സാമ്പിൾ ചെയ്തിട്ട് നമുക്ക് ഈ അധ്യായത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്തു തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ ചെയ്യാം. ആദ്യം ഞാൻ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. If we consider a 15 liter bucket and 20 liter bucket, small bucket can contain only 50 by 20 of what the large bucket can contain, reducing the fraction of its lower term. അതായത് ഈ 15/20 എന്നതിനെ ഏറ്റവും സ്മോളസ്റ്റ് രൂപത്തിലേക്കാക്കി മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്, 15/20 ഇതാണ് നമ്മളോട് മാറ്റാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് മാറ്റുക? നമുക്ക് ഒന്നെങ്കിൽ 15ലും 20ലും പോകുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ, അതായത് 15ഉം 20ഉം പോകുന്ന ഏത് മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് ഈ നമ്പർ പോകാൻ നോക്കുക. 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 15ഉം പോവും, അതുപോലെ തന്നെ 20ഉം പോവും. അപ്പോൾ നമ്മളിവിടെ മാറ്റി എഴുതുമ്പോൾ 3 × 5 ആണ് 15. 20നെയോ 4 × 5 20. അപ്പോൾ 15ഉം 20ഉം എന്ത് ചെയ്യും, 5ൻ്റെ മൾട്ടിപ്പിളിൽ പോവും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 15ഉം 20ഉം 5ൻ്റെ മൾട്ടിപ്പിളിൽ പോവും. അപ്പോൾ 15നെ 5 ഡിവൈഡ് ചെയ്യുക, 20നെ എത്ര ഡിവൈഡ് ചെയ്യുക, 5 ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ചെയ്യുക, 15/5 20/5, 15/5 3/20/5 4. അപ്പോൾ നമുക്ക് 3/4 എന്ന് കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ എഴുതാം, എങ്ങനെ 5 കൂടെ 3 ഗുണിച്ച 15 കിട്ടും. അപ്പോൾ 3/5 കൂടെ 4 ഗുണിച്ച 20 കിട്ടും, 3/4. ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാലും മതി. അപ്പോൾ 3/4 എന്ന് കിട്ടും. അപ്പോൾ 3/4 ഇതിനെ നമ്മൾ എന്തായിട്ട് മാറ്റണം, റേഷ്യോ ആക്കിയിട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാറ്റുക, റേഷ്യോ ഒക്കെ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം, 3:4 3:4 എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ വേണ്ടി പറ്റും. ഇനി മറ്റൊരു സംഖ്യ പറയണേ, 8/12. അതിനെ ഏറ്റവും ചെറിയ ഫോമിലേക്ക് മാറ്റാൻ വേണ്ടി പറഞ്ഞ് എങ്ങനെ മാറ്റുക, 8ഉം 12ഉം പോണ ഗുണന പട്ടിക ഏതാണുള്ളത് നമുക്ക് ഇതിൽ ചെയ്ത് നോക്കാം. 8ഉം 12ഉം എങ്ങനെ ചെയ്യുക, 2 × 4 8. 12 നമുക്ക് എങ്ങനെ എഴുതാം, 3 × 4 12. രണ്ടിലും പോകുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 4 ക്യാൻസലാക്കി, ബാക്കി എത്ര, 2/3 ഈക്വൽ ടു റേഷ്യോ വെക്കുമ്പോൾ 2:3 എന്ന് എഴുതാം. അപ്പോൾ ഇതിനിങ്ങനെ നമ്മളിങ്ങനെ എഴുതുമ്പോൾ എഴുതുക, 15ന് നമുക്ക് 15/20, 15 നമുക്ക് 3 × 5 എന്ന് എഴുതാം, 20നെ 4 × 5 എന്ന് എഴുതാം. 5ഉം 5ഉം ക്യാൻസലായി കഴിഞ്ഞാൽ ഈക്വൽ ടു 3/4. അതെന്താണ്, 3:4. ഇങ്ങനെ ചെയ്താലും മതി. അപ്പം നമ്മൾ 8/12നെ ഏറ്റവും ചെറിയ രൂപത്തിലേക്കാക്കിയിട്ട് എങ്ങനെ മാറ്റിയെടുക്കണം, 8/12നെ 3:4 എന്ന റേഷ്യോയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് പേജ് നമ്പർ 128 ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. അതിൽ നമുക്ക് 3 പാർട്ടുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യത്തെ ചോദ്യം നോക്കാം. In each of the following pair of measures, find the ratio of the smaller to the larger. ഒന്നാം ചോദ്യം 4 meter 12 meter, second one 8 liter 20 liter, third one 20 kilogram 25 kilogram. അപ്പോൾ ഇതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, റേഷ്യോ സ്മോളർ ടു ലാർജർ, ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക് റേഷ്യോനെ മാറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം എഴുതാം. 4 മീറ്റർ
12 മീറ്റർ. സ്മോളർ ടു ലാർജർ അല്ലേ, സ്മോളർ ഏതാണ് 4. അപ്പോൾ റേഷ്യോ ഇങ്ങനെ ഇതാ 4:12. ഇതിന് ഏറ്റവും സ്മോളസ്റ്റ് ഫോമിലേക്ക് മാറ്റണം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4ഉം 12ഉം ഏതിൻ്റെ മൾട്ടിപ്പിളിൽ പോവും, 2ൻ്റെയിൽ പോവും, 4ൻ്റെയിലും പോവും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 4നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4ൻ്റെ മൾട്ടിപ്പിൾ പോവും, 12ഉം 4ൻ്റെ മൾട്ടിപ്പിൾ പോവും. 12/4 ഈക്വൽ ടു 4/4 എത്ര 1 2. 12/4 എത്രയാണ് 12/4 4 3. അപ്പോൾ 1:2 1:3 എന്ന് റേഷ്യോ കിട്ടും. ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ 8 ലിറ്റർ 20 ലിറ്റർ. ഇനി റേഷ്യോ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതുക, ചെറുതിൽ നിന്ന് ചെറുതും വലുതും തമ്മിലതാണ്. അപ്പോൾ 8:20. അപ്പോൾ 8ഉം 20ഉം പോണത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതാണ്, 8ഉം 20ഉം 4ൻ്റെയിൽ പോവും. അപ്പോൾ നമുക്ക് 8/4 4 ഡിവൈഡ് ചെയ്യുക, 20/4. 8/4 എത്രയാണ് 4 2 4 8 2. 4 കൂടെ എത്ര ഗുണിച്ചാൽ 20 കിട്ടുക 5. 2 to 5 എന്ന് കിട്ടി. രണ്ടാമത്തെ ഉത്തരം 2 to 5. ഇനി മൂന്നാമത്തത് ചോദ്യം 20 കിലോഗ്രാം 25 കിലോഗ്രാം. അപ്പോൾ 20 to 25. 20ഉം 25ഉം പോണ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതാ ഉള്ളത്, എത്രയിൽ പോവും 4ൽ. അപ്പോൾ 20/4 ടു 25 എങ്ങനെ എഴുതുക 25/4. 4 കൂടെ എത്ര ഗുണിച്ചാലാണ് 5 5 5 5 into 4 20 to 5 into 5 25. നമ്മൾക്ക് ഇങ്ങനെ ചെയ്താൽ എന്നാൽ മൾട്ടിപ്പിൾ ആയിട്ട് എങ്ങനെ എഴുതുക വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അതായത് 4ഉം 12ഉം പോണ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുക. ഈ ഡിവിഷൻ്റെ പകരം എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ആയിട്ട് എഴുതുക. 4 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 1 into 4 4. 12നെയോ 3 into 4 12. ഈ 4ഉം 4ഉം എന്ത് ചെയ്യുക, ക്യാൻസൽ ആക്കുക. ബാക്കി 1 to 3 ഇങ്ങനെ ഉത്തരം എഴുതാം. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റി എഴുതുക, 8/20 8ഉം 20ഉം പോണത് 4ൻ്റെയിൽ പോവും. എങ്ങനെയാണ് 2 into 4 8. 5 into 4 20. രണ്ടിലും കോമൺ ആയിട്ട് 4 ക്യാൻസൽ ചെയ്യുക. ബാക്കി 2 to 5. അപ്പോൾ ഇതിനെ നിങ്ങൾക്കൊന്ന് ഒപ്പം പറഞ്ഞു നോക്കി ചെയ്ത് നോക്കൂ. അപ്പോൾ 20ഉം 25ഉം 5ൻ്റെ മൾട്ടിപ്പിളിൽ പോവും. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നതിനെ 4 into 5 4 5 20. 5ന് 25ന് 5 into 5. രണ്ടിലും ഏതാ കോമൺ 5ഉം ക്യാൻസലായി. ബാക്കി എത്ര 4 to 5. ഇങ്ങനെ ചെയ്താലും ഡിവിഷൻ രീതിയിൽ ചെയ്താലും നമുക്ക് എന്ത് തന്നെയാണ്, സെയിം ഉത്തരങ്ങൾ തന്നെയാണ് കിട്ടുക. ഇനി നമുക്ക് സെക്കൻഡ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഒന്ന് വായിക്കാം. എ ക്യാൻ കണ്ടെയ്ൻ 4 liters of water and another can 14 liters. First question, what is the ratio of the amount of water in the smaller can to the amount of water in the larger can? Second one, if 1 more liter of water is poured into each can, what would this ratio become? അതായത് 2 ക്യാനുകളുണ്ട്. ആ ക്യാനയിൽ ഒന്നിൽ 4 ലിറ്ററും മറ്റേതിൽ 14 ലിറ്ററുമാണ്. നമ്മൾ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ദ റേഷ്യോ സ്മോളർ ക്യാനും ലാർജർ ക്യാനും തമ്മിലുള്ള റേഷ്യോ എത്രയെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ സ്മോളർ ആകുമ്പോൾ ആദ്യം നമ്പർ എഴുതുക 4, പിന്നെ എന്ത് എത്ര എഴുതുക 14 എഴുതുക. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ചോദ്യം ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ എഴുതാം നമുക്ക് റേഷ്യോ അഥവാ അംശബന്ധം. ചെറുതും വലുതുമാണ്, ഇത് മറക്കരുത്. ആദ്യം കൊണ്ടിട്ട് 14 എഴുതരുത്. ആദ്യം ചെറുത് എത്രയാണ് 4 to 14 4 to 14. നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം, മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യാണ്, രണ്ടിലും കാണിച്ചു തരാം. അപ്പം 4ഉം 14ഉം പോണ ഗുണപ്പട്ടിക ഇതിൽ പോവും, 2ൻ്റെയിൽ പോവും. അപ്പം 4 നമുക്ക് എങ്ങനെ എഴുതാം, 2 into 2 4 2. 14നെ 7 into 2 14.
രണ്ടിലും ഏതാണ് കോമൺ ആയിട്ട് വരുന്നത്? 2 കോമൺ ആണ്. അപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് ബാക്കി എത്ര വരിക? 2 to 7. നമ്മൾ ബൈ ആക്കിയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതുക? ബൈ ആക്കിയിട്ട് എഴുതുമ്പോൾ 4 to 14. എന്ത് ചെയ്യുക? ഈ 4ഉം 14ഉം 2ൻ്റെ മൾട്ടിപ്പിൾ പോവും. അപ്പോൾ 2നെയും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. 14/2. 4/2 എത്രയാണ്? 2. ഇനി 2 കൂടെ എത്ര ഗുണിച്ചാലാണ് 14 കിട്ടുക? 7 ഗുണിച്ചാൽ 14 കിട്ടും. അപ്പോൾ 2/7. അപ്പോൾ ഡിവിഷൻ ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്തായി? ഉത്തരമായി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്? If 1 more liter of water into each can, what would be ratio become? അതായത് ഇപ്പോൾ ഫസ്റ്റ് ക്യാനിൽ ഇപ്പോൾ എത്രയാണ്? 4, സെക്കൻഡിൽ 14. ഇപ്പോൾ രണ്ടിലും 1 ലിറ്ററും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംഖ്യകൾ മാറും. അപ്പോൾ ഫസ്റ്റ് ക്യാനിൽ എത്രയാണ്? 4 ഇടുന്നത്. 4 കൂടെ എത്ര കൂട്ടി? 1 കൂട്ടിയപ്പോൾ എത്രയായി? 5. ഇനി സെക്കൻഡ് ക്യാനിൽ 14 ഇടുന്നത്. 14 കൂടെ 1 കൂട്ടി എത്രയായി? 15. എന്താ ചെയ്യേണ്ടത്? ഇവ തമ്മിൽ ഉള്ള റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സംഖ്യ മാറി. എത്രയാണ്? റേഷ്യോ അഥവാ അംശബന്ധം സമം 5/15. നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തിട്ടും ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടിലും ചെയ്ത് കാണിക്കാം. അപ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇങ്ങനെ എഴുതുക? 5ഉം 15ഉം 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോവും. അപ്പോൾ 5ന് നമുക്ക് എങ്ങനെ എഴുതുക? 1 × 5 5. 15ന് എങ്ങനെ എഴുതുക? 3 × 5 15. ഇനി രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന നമ്പർ 5. അപ്പോൾ ഈ 5ഉം ക്യാൻസലായി. ബാക്കി എത്ര വരിക? 1 to 3. ഇത് ഇനി നമ്മൾ ഡിവിഷനിൽ ചെയ്യുമ്പോൾ നമുക്ക് നോക്കി നോക്കാം. അത് രണ്ടിലും കോമൺ ആയിട്ട് 5ൽ പോവും. 5 to 15. അപ്പോൾ രണ്ടും 5ൽ പോണ കാരണം 2 നമ്പറിന് എത്ര ഡിവൈഡ് ചെയ്ത്? 5 ഡിവൈഡ് ചെയ്യുക. 5 ഡിവൈഡ് ചെയ്യുക. 5/5 1. 15/3. 5 കൂടെ 3 ഗുണിച്ചാലാണ് 15. 1 to 3 എന്ന് ഉത്തരം കിട്ടും. ഇതാണ് പേജ് നമ്പർ 128 വരുന്ന 2 ചോദ്യങ്ങൾ. ഇനി നമുക്ക് പേജ് നമ്പർ 129 മുതൽ പുതിയ ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടോപ്പിക്കാണ് ഓൾജിബ്ര. ഞാൻ ഭാഗം കാണിക്കാം. ഓൾജിബ്ര ഈ ഭാഗമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇനി ഓൾജിബ്ര എന്ന ഭാഗത്തിൽ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വന്നിട്ടുണ്ട്. ആ റെക്റ്റാങ്കിളിൻ്റെ ഉയരം 4ഉം വിടുത്ത് വീതി 6ഉമാണ്. ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഉയരവും വീതിയും തമ്മിലുള്ള അംശബന്ധം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? അതൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇതാണ് 4, 6. ഉയരം 4ഉം വിടുത്ത് 6ഉമായിട്ട് വരുന്ന റെക്റ്റാങ്കിൾ. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ്? ഉയരും അതുപോലെ തന്നെ വിടുത്തും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ ഉയരം ടു വീതി, അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിൽ ഹൈറ്റിന് H, വിടുത്തിന് W എന്ന് എഴുതി. എത്രയാണ്? 4:6. ഇങ്ങനെ റേഷ്യോ തന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. അതായത് 4/6. റേഷ്യോകൾ എങ്ങനെയൊക്കെ എഴുതാം? ഫ്രാക്ഷൻ ആക്കി എഴുതാം. ഈക്വൽ ടു 4ഉം 6ഉം പോകുന്ന മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഏതാ? 2ൻ്റെ പോവും. അപ്പോൾ 4 നമുക്ക് 2 × 2 എന്ന് എഴുതാം. 6നെയോ 3 × 2 എന്ന് എഴുതാം. രണ്ടിലും കോമൺ ആയിട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ 2 ക്യാൻസലായി. ബാക്കി എത്രയാണ്? 2/3. അപ്പോൾ അതിനെ തിരിച്ച് നമ്മൾ എങ്ങനെ എഴുതണം? ഫ്രാക്ഷനുള്ള തിരിച്ച് നമ്മൾ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധമാക്കി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 2:3, 2:3 എന്ന് എന്ത് കിട്ടും? ഉയരവും വീതിയും തമ്മിലുള്ള റേഷ്യോ കിട്ടും. ഇനി ഈ ചിത്രത്തിൽ 2ഉം 3ഉം സെൻറ്റിമീറ്റർ വരുന്ന രണ്ടാമത്തെ ചിത്രമാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. 2ഉം 3ഉം
ഉയരവും വീതിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഉയരവും വീതിയും തമ്മിലുള്ള റേഷ്യോ നമുക്ക് 2:3. ഉയരം ടു വീതി, ഹൈറ്റ് ടു വിഡ്ത്ത് എത്രയാണ് റേഷ്യോ? 2:3. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യനിൽ പറയുകയാണ്, എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, അതായത് ഈ വിഡ്ത്തും ഹൈറ്റും എത്ര മടങ്ങ്? 3/4 ഓഫ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. അതായത് ഈ വിഡ്ത്തും ഹൈറ്റും 3/4 ആണെങ്കിൽ, അതായത് ഉയരം അഥവാ ഹൈറ്റ് ഈക്വൽ 3/2 ഇൻറ്റു 3. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുക, 3 × 3 3/2 അല്ല 3/4 ആണ്. 3/4 ഓഫ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3, ആദ്യം ഏതാണ്? ഉയരം 2 ആണ്. അപ്പോൾ 3 × 2 6, 6/4. അപ്പോൾ നമ്മളിതിന് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്തൊക്കെ വെട്ടി ചെറുതാക്കാണ്ട് എന്ത് ചെയ്യുക, ബൈ ആക്കിയിട്ട് മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ടൊന്ന് എഴുതി വെക്കാം. ഇനി എഴുതുക 6 ഹരിക്കണം 4. ഒരു 4 4, 6 4 പോയി കഴിഞ്ഞാൽ 2.05 20. അപ്പോൾ നമുക്ക് ഈ 1.5, അതായത് 6/4 എന്ന് പറഞ്ഞ എത്രയാണ്? 1.5 ആണ്. അപ്പോൾ 1.5നെ നമുക്ക് എങ്ങനെ എഴുതാം? 1.5 മീറ്റർ എന്ന് എഴുതാം, സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. ഇനി വീതി അഥവാ വിഡ്ത്ത് അതെന്താണ്? 3/4 ഓഫ് 3 ആണ്, ഈക്വൽ ടു 3 × 3 9/4. ഒന്ന് ഹരിച്ചു നോക്കാം. 9 ഹരിക്കണം 4, ഒരു 4 4, 9നെ 4 ആയിട്ട് ഹരിക്കുക. 2 × 4 8, 9 8 പോയാൽ 1. എന്ത് ചെയ്യുക? പോയിന്റ് 0 ചേർക്കുമ്പോൾ 2 4 8, 10 8 പോയ 2, ഇപ്പോൾ 0 ചേർത്തു 5 4 20. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുക എത്രയാണ്? 2.25 ആണ്. നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ എഴുതുമ്പോൾ 1/4 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, ദ ഹൈറ്റ് become 1.5 centimeter and width to 1/4 centimeter. Is the height and width ratio still 2:3? അതായത് നമ്മൾ 3/4 ആക്കി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ നീളവും വീതിയും തമ്മിലുള്ള അംശം നമുക്ക് 1.5 2.25 ആണ് കിട്ടിയത്. അപ്പോൾ ഈ രണ്ട് നമ്പറുകളുടെയും, അതായത് ഈ രണ്ട് നമ്പറുകളുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 തന്നെയായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ചെറുതാക്കി കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത് ആദ്യം എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ടാമത് കിട്ടിയ റേഷ്യോ എത്രയാണ്? 2 2.25നെ എത്രയായിട്ട് 2/3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു റേഷ്യോ കൂടി ഉണ്ടായിരുന്നു, 1.5 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ആദ്യം 2/3 ഇൻറ്റു 2 1/4. ഈ 2 1/4 നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് ഗുണിച്ചിട്ടുണ്ടായിരുന്നത്? 3/4 ഇൻറ്റു 3 എന്നാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പകരം 2/3 അതുപോലെ എഴുതുക, ബ്രാക്കറ്റിൽ 3/4 ഇൻറ്റു 3 എന്ന് എഴുതി. ഇനി നമുക്ക് ഈ 3യും എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസലാക്കാൻ പറ്റും. എന്നാൽ കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് വെട്ടിക്കളയാൻ 2/3 ഇൻറ്റു 3 ഇൻറ്റു 3/4. നമ്മൾ എന്ത് ചെയ്യുക? ഈ 3യും ക്യാൻസലാക്കാൻ പറ്റും നമുക്ക്. ഈക്വൽ ടു 2 ഇൻറ്റു 3/4 എന്ന് കിട്ടി. ഇനി 2നെയും 3നെയും ഒന്നെങ്കിൽ വെട്ടിക്കളയുക, അല്ലെങ്കിൽ വെട്ടി ചെറുതാക്കുക, അല്ലെങ്കിൽ 2 × 3 6/4.
6 ഹരിക്കണം 4, ഒരു 4, 4, 6 4 പോയി കഴിഞ്ഞാൽ 2. അപ്പോൾ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനൊക്കെ എഴുതുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 1 2/4 എന്ന് എഴുതാം. അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ 2/4 നമ്മൾ എങ്ങനെ വെട്ടിച്ചെഴുതാക്കുക? 2/4, 2ഉം 4ഉം പോണ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ 1 × 2, 2 × 2, 2ഉം 2ഉം ക്യാൻസലാക്കി ബാക്കി 1/2, 1 ആൻഡ് 1/2 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമുക്കിത് ചെയ്തപ്പോൾ ഹൈറ്റിൽ നമുക്ക് മറ്റേ റേഷ്യോ കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് പറയാം ഹൈറ്റും വിഡ്ത്തും ഉയരവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്തായിരിക്കും? 2:3 ആയിരിക്കും. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വർക്കൗട്ടിൽ വരുന്ന 2 ചോദ്യങ്ങളായിട്ട് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത്. പേജ് നമ്പർ 132 വരുന്ന ഒരു വർക്കൗട്ട് ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം ഒന്ന് വായിക്കാം. The school need a vegetable garden. A rectangular plot is to be roped off for this. The length of the rope 32 meter. They decided to have width and length in the ratio 3:5. What should be the width and length? അതായത് സ്കൂളിൽ ഒരു വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പേജ് നമ്പർ 132 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയാൻ എന്താ വെച്ചാൽ ഒരു സ്കൂൾ വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാക്കുന്നുണ്ട്. ആ വെജിറ്റബിൾ ഗാർഡൻ്റെ ലെങ്ത് ഓഫ് റോപ്പ് കയറിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ എത്രയാണ് പറയുന്നത്? 32 മീറ്റർ ആണ് കയറിൻ്റെ നീളം. അവർ ലെങ്ത്തും ആ കയറ് മടക്കി വെച്ചിട്ടൊരു എന്തുണ്ടാക്കുകയാണ്? ഒരു റെക്ടാങ്കിൾ പ്ലോട്ട് ഉണ്ടാക്കുമ്പോൾ അവർ വിഡ്ത്തും അതുപോലെ തന്നെ ലെങ്ത്തും വീതിയും നീളവും തമ്മിലുള്ള റേഷ്യോ 3:5 ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നീളം എത്ര, വീതി എത്ര? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വിഡ്ത്തും ലെങ്ത്തും തമ്മിലുള്ള റേഷ്യോ 3:5 ആണ്. അതിൻ്റെ അർത്ഥം 3നെയും 5നെയും ഒരു കോമൺ നമ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് വിഡ്ത്ത്, വീതി, അതിന് നമ്മൾ 3 × ഒരു കോമൺ നമ്പർ എക്സ്. നമ്മൾ കോമൺ നമ്പറായിട്ടാണ് എന്ത് ചെയ്യാറ്? റേഷ്യോ കാണുമ്പോൾ കോമൺ നമ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്യുക ചെയ്യാറുണ്ട്. അതേപോലെ ഇവിടെ എന്ത് ചെയ്യുക? ഒരു കോമൺ നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെയിം നമ്പറായിട്ട്. ഇവിടെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്തത്? അത് തന്നെ ലെങ്ത്തിൻ്റെ അവിടെ എന്ത് ചെയ്യുക? നീളം മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ് നീളം എന്ന് പറഞ്ഞാൽ 5 × x. 3 × x 3x 5x രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. 3x + 5x = 8x. നമുക്ക് പെരിമീറ്റർ അഥവാ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 × L + B. ചുറ്റളവ് എത്രയാണ്? 32 = 2 × L + B × 2 = അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ. അപ്പോൾ 16 = L + B. ഇതിൻ്റെ അർത്ഥം എന്താ? നീളവും വീതിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 16 കിട്ടണം. അപ്പോൾ നമുക്ക് രണ്ടും തമ്മിൽ ആഡ് ചെയ്തപ്പോൾ എത്രയെന്നറിയാം? 8x. അപ്പോൾ നമുക്ക് എഴുതാം 16 = 8x × 8 = അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ. 16/8 = x. 8 2 8 16. x = 2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് x കിട്ടി. അപ്പോൾ വീതി അഥവാ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ പറ്റും. എന്തങ്ങനെയാണ്? 3 × 2 6 മീറ്റർ. ഇപ്പോൾ വീതി എത്ര ആയിരിക്കും? 6 മീറ്റർ. വീതി ഇനി നീളം ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5x. 5 × 2 5 × 2 10 മീറ്റർ.
അപ്പോൾ വീതി എന്ന് പറഞ്ഞാൽ 6 മീറ്ററും നീളം എത്രയായിരിക്കും? 10 മീറ്ററും ആയിരിക്കും. 132 മറ്റൊരു ചോദ്യം നോക്കാം. ദ വിഡ്ത്ത് ആൻഡ് ലെങ്ത് ഓഫ് എ റെക്റ്റാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 4:5 ആൻഡ് ഇറ്റ്സ് ഏരിയ 320 സ്ക്വയർ മീറ്റർ. വാട്ട് ഈസ് ദ വിഡ്ത്ത് ആൻഡ് ലെങ്ത്? അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിഡ്ത്തും അതുപോലെ തന്നെ ലെങ്ത്തും, വിഡ്ത്തും ലെങ്ത്തും വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം 4:5 ആണ്. അതുപോലെ തന്നെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 320 സ്ക്വയർ മീറ്റർ ആണ്. ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? 20. അപ്പോൾ ഏരിയ എങ്ങനെ കാണും? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് കാണുക. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ 4:5 ചെയ്യുമ്പോൾ അതിന് എന്ത് ചെയ്യണം? 4നെ x ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതുപോലെ തന്നെ 5നെ x ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ അതേപോലെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് ഏരിയ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 320. അപ്പോൾ 320 സമം 4x ഇൻറ്റു 5x. 320 സമം 4 ഇൻറ്റു 5 20. x ഇൻറ്റു x സ്ക്വയർ. ഇനി ഇൻറ്റു 20 ഇങ്ങോട്ട് പോകുമ്പോൾ ഈക്വലുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ 320 ബൈ എത്രയാണ്? 16. 120 ബൈ 20 ഉത്തരമാണ് 16 സം എക്സ് സ്ക്വയർ. ഇനി ഈ 2ഉം ക്യാൻസലാക്കിയാൽ 32ൻ്റെ പകുതി എത്ര? 16 സമം എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയായി? 16. നമുക്ക് എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? സ്ക്വയർ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? റൂട്ട് 16 സമം എക്സ്. റൂട്ട് 16 എന്ന ഏതിൻ്റെ സ്ക്വയറാണ്? 4ൻ്റെ. 4 ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ലെങ്ത്തും അതുപോലെ തന്നെ വിഡ്ത്തും. ഈ 4x എന്ന് പറഞ്ഞ വിഡ്ത്ത് അഥവാ വീതി. ഇനി 5x എന്തായിരുന്നു? നീളം അഥവാ ലെങ്ത്ത്. അപ്പം നമുക്ക് വീതി വിഡ്ത്ത് കാണാം 4 ഇൻറ്റു എക്സ്. അപ്പോൾ 4 ഇൻറ്റു എക്സ് എത്രയാണ്? 4 ഇൻറ്റു 4 ഈക്വൽ ടു 16 മീറ്റർ എന്ന് കിട്ടി. വീതി കിട്ടി. ഇനി ഉയരമല്ല, ലെങ്ത്ത്. നീളം 5x ആണ്. 5 ഇൻറ്റു എക്സ് ഈക്വൽ ടു 5 ഇൻറ്റു 4 സമം 20 മീറ്റർ. അപ്പോൾ നീളം 16ഉം വീതി 20ഉം. ഇനി നമുക്ക് പേജ് നമ്പർ 133 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ചെയ്യാം. പേജ് നമ്പർ 133. അതിലെ ഒന്നാമത്തേൽ നമുക്ക് 2 പാർട്ടാണ് ചെയ്യാനുള്ളത്. അതിലെ ഫസ്റ്റ് പാർട്ടിലേക്ക് കടക്കാം. ചോദ്യം നമുക്ക് നോക്കാം. The ratio of the inner and outer angle of the regular polygon is 7:2. How much is each angle? How many sides does the polygon have? അതായത് ഒരു റെഗുലർ പോളിഗൺ ആണ്. റെഗുലർ പോളിഗൺ ആകുമ്പോൾ സൈഡ്സും ആംഗിൾസും ഒക്കെ ഈക്വൽ ആയിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് ഇതൊരു റെഗുലർ പോളിഗൺ ആണ് എന്ന് വിചാരിക്കുക. ജസ്റ്റ് റഫായിട്ട് മാത്രം വരച്ചതാണ്, റെഗുലർ പോളിഗൺ അല്ല, റഫായിട്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിലുള്ള റേഷ്യോ ആണ് 3:2. അപ്പോൾ ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും. അപ്പോൾ ഇന്നർ ആംഗിള് ഞാൻ 7x. അപ്പോൾ ഇന്നർ ആംഗിൾ ഉണ്ടെങ്കിൽ ഔട്ടർ ആംഗിളും ഉണ്ടാവില്ലേ? അത് എത്രയായിരിക്കും? 2x. അപ്പോൾ ഒരു ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും ഇതിനെന്താ നമ്മൾ പറയുക? ലീനിയർ പെയർ. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. ഇതൊരു ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് എഴുതാം
ഇന്നർ ആംഗിളും ഇന്നർ ആംഗിളിന് അകക്കോൺ നമുക്ക് എങ്ങനെ എഴുതി 7x എന്ന് എഴുതി. ഇനി ഔട്ടർ ആംഗിൾ പുറം കോൺ ഈക്വൽ ടു 2x. അപ്പം നമുക്ക് റേഷ്യോ ആക്കിയിട്ട് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിൽ ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടണം? 180. അപ്പോൾ 7x പ്ലസ് 2x ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താ 180 ഡിഗ്രി കിട്ടാൻ? രണ്ടും എന്താണ്? ലീനിയർ പെയറാണ്. ഇനി 7x കൂടി 2x കൂട്ടി 7 കൂടി 2 കൂട്ടിയ 9x സമം 180. ഇനി x സമം 180 ഹരിക്കണം 9. ഒരു 9 9 2 9 18 0. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് x കിട്ടി. ഇനി നമുക്ക് ഇന്നർ ആംഗിൾ ഔട്ടർ ആംഗിൾ ഈസി ആയിട്ട് കാണാം. ഇന്നർ ആംഗിൾ അകക്കോൺ എത്രയാണ്? 7x. x നമുക്ക് കിട്ടി 20. അപ്പോൾ 7 ഇൻറ്റു 20 2 ഇൻറ്റു 7 14 107 ഇൻറ്റു 20 7 ഇൻറ്റു 20 140 ഡിഗ്രി ഇന്നർ ആംഗിള്. ഇനി ഔട്ടർ ആംഗിൾ പുറംകോൺ 2x 2 ഇൻറ്റു എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു 20 സമം 40 ഡിഗ്രി എന്ന് കിട്ടി. ഇതിൽ സെക്കൻഡ് ചോദ്യം എന്താണ്? ഹൗ മെനി സൈഡ്സ് ഡസ് ദ പോളിഗൺ? അങ്ങനെയാണെങ്കിൽ ഈ പോളിഗണിന് എത്ര സൈഡുകൾ ഉണ്ടാവും? അപ്പോൾ നമ്മൾ പോളിഗൺ എന്ന ചാപ്റ്ററിൽ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിരിക്കണേ. അതായത് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എത്ര സൈഡ്സ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ പുറം കോണുകളുടെ തുക എപ്പോഴും എത്രയായിരിക്കും? 360. നമ്മൾ പോളിഗണിൽ പഠിച്ചിട്ടുണ്ട്. ഈ വർഷം തന്നെയാണ് പഠിച്ചിരിക്കുന്നത്. പുറം കോണുകളുടെ തുക സം ഓഫ് ഔട്ടർ ആംഗിൾസ് അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾസ്. ഔട്ടർ ആംഗിൾസ് എത്രയാണ്? സം ഓഫ് ഔട്ടർ ആംഗിൾ എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഏത് പോളിഗൺ എടുത്തു കഴിഞ്ഞാലും ആ പുറം കൊണ്ട് ഏതൊരു പോളിഗണിൻ്റെയും പുറത്തുള്ള ആംഗിളുകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 360 ആണ് കിട്ടുക. അപ്പം നമുക്ക് സൈഡല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് ഒരു എക്സ്റ്റീരിയർ ആംഗിൾ ഒരു പുറംകോൺ എത്രയാണ്? 40 ആണെന്ന് അറിയാം. അപ്പം നമുക്ക് എഴുതാം പുറംകോൺ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ഔട്ടർ ആംഗിൾ പുറം കോണുകളുടെ തുക എന്ത് ഇക്വേഷൻ? 360 ഡിഗ്രി ബൈ n എന്ന് പറഞ്ഞ സൈഡാണ്. അപ്പം നമുക്ക് പുറംകോണുകളുടെ ഒരു പുറംകോൺ എത്രയെന്ന് അറിയാം. ഈച്ച് ഇൻറ്റീരിയർ ആംഗിൾ സമ്മല്ല ഈച്ച് ഓഫ് ഔട്ടർ ആംഗിൾ പുറംകോണുകൾ ഇൻറ്റീരിയർ ആംഗിൾ പുറംകോണുകൾ ഈച്ച് എക്സ്റ്റീരിയർ ആംഗിൾ അല്ലെങ്കിൽ ഈച്ച് ഔട്ടർ ആംഗിൾ ഓരോ പുറംകോണും കണ്ടുപിടിക്കാൻ 360 ബൈ n. അപ്പോൾ നമുക്ക് ഓരോ ഔട്ടർ ആംഗിൾ നമുക്ക് എത്ര അറിയാം? 40. അപ്പോൾ 40 സമം 360 ബൈ n. നമുക്ക് n അല്ലേ കണ്ടുപിടിക്കേണ്ടതിൻ്റെ ബാക്കി ഇവിടെ ചെയ്യാം. നമുക്ക് n ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ലാസ്റ്റ് കിട്ടിയത് എങ്ങനെയാണ്? 40 ഈക്വൽ ടു 360 ബൈ n. നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം n ഈക്വൽ ടു 360 ബൈ 40. ഈ 0 ക്യാൻസലാക്കിയാൽ 36 ബൈ 4 9 4 36.
n അല്ലെങ്കിൽ സൈഡ്സ് വശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 9 ആയിരിക്കും. അപ്പം 9 സൈഡ്സ് അല്ലെങ്കിൽ 9 വശങ്ങൾ. ഇതാണ് ഒന്നാമത്തേതിൽ വരുന്ന 2 ചോദ്യങ്ങൾ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. There are 4 right triangles, all with ratio of perpendicular side 3 to 4. One more information about each triangle is given below. Calculate the length of all 3 sides of each. First question, the difference of length of the perpendicular side is 24 meter. Second one, the perimeter of the triangle is 24 meter. Third one, the area of the triangle is 24 square meter. Fourth one, hypotenuse 24 meter. ഇതാണ് രണ്ടാം ചോദ്യം. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യം ചെയ്ത് നോക്കാം. There are 4 right triangles, 4 മട്ടത്രികോണങ്ങളുണ്ട്. വിത്ത് റേഷ്യോ പെർപെൻഡിക്കുലർ സൈഡുകൾ തമ്മിൽ റേഷ്യോ 3 to 4 ആണ്. One for information about the triangle is given below. Calculate the length of all 3 sides. The difference in the length of the perpendicular side is 24. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ആ റൈറ്റ് ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ സൈഡുകൾ ഞാൻ 3, 4 ആണ്. ഇത് 3ഉം 4ഉം ആണ്. ഇത് രണ്ടുമാണ് പെർപെൻഡിക്കുലർ സൈഡ്. ആ പെർപെൻഡിക്കുലർ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ 3 to 4 ആണ്. അപ്പോൾ ഇത് 3, ഇത് 4 സെൻറ്റിമീറ്റർ റേഷ്യോ ആണ് പറയുന്നത്. 3ഉം 4ഉം ആണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് പെർപെൻഡിക്കുലർ സൈഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് 24 ആണെങ്കിൽ 3 സൈഡിൻ്റെ ലെങ്ത്ത് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ABC എന്ന് കൊടുത്താൽ നമ്മൾ പൈതഗോറസ് തിയറം പഠിച്ചിട്ടുണ്ട്. എന്താണ്? നമുക്ക് BC എന്ന വശം കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് കർണം കണ്ടുപിടിക്കണമെങ്കിൽ ഈ 2 വശങ്ങളുടെയും എന്തെടുക്കുക? സ്ക്വയറുകൾ എടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? BC ഈക്വൽ ടു √of AC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ ഈക്വൽ ടു AC എത്രയാണ്? 4, 3. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് പഠിച്ചിട്ടുണ്ട്? അവയുടെ എങ്ങനെ ആക്കി എഴുതാൻ എക്സുകൾ വെച്ചിട്ട് എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 3x 4x. അപ്പോൾ അത്രയും വരെ ഞാൻ AB എടുത്തത്. അപ്പോൾ AB, അപ്പോൾ ഇവിടെ എന്താവും? AC. അപ്പോൾ √of AB എത്രയാണ്? 3x സ്ക്വയർ പ്ലസ് 4x സ്ക്വയർ. 3യുടെ സ്ക്വയർ 9, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ 16, എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. √of 16ഉം 9ഉം 25, √25 എക്സ് സ്ക്വയർ. ഈ √25 എത്രേൻ്റെയാണ്? 5ൻ്റെ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ആണ് എക്സ് സ്ക്വയർ. അപ്പോൾ നമുക്ക് 5x എന്ന് കിട്ടി. അപ്പോൾ ഇതെന്താണ്? 5x ആയി. 3 സൈഡുകൾ തമ്മിൽ റേഷ്യോ 3x 5x 4x 5x. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡിഫറൻസ് എത്രയാവുക? ആ പെർപെൻഡിക്കുലർ സൈഡ് പറഞ്ഞാൽ ഇതാണ് പെർപെൻഡിക്കുലർ സൈഡ്. അവ തമ്മിലുള്ള ഡിഫറൻസ് 24 ആണെങ്കിൽ നമ്മളോട് 3 സൈഡുകൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് ചോദ്യം നോക്കാം. പെർപെൻഡിക്കുലർ സൈഡ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 24. അപ്പോൾ നമുക്ക് 4x മൈനസ് 3x എത്രയാണ്? 24. 4x നിന്ന് 3x പോയി കഴിഞ്ഞാൽ 1x, അതായത് x സമം 24 എന്ന് കിട്ടി. അപ്പോൾ നമ്മളോട് പെർപെൻഡിക്കുലർ സൈഡുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സൈഡ് എന്തായിരുന്നു? 3x ആവുമ്പോൾ 3x ആവുമ്പോൾ സൈഡിൻ്റെ ലെങ്ത്ത് 3 × 24, 3 × 24 72 മീറ്റർ. അതായത് 4x ആവുമ്പോൾ പെർപെൻഡിക്കുലർ സൈഡ് 4x ആണ്. 2 പെർപെൻഡിക്കുലർ സൈഡുകളാണ് പറഞ്ഞിരിക്കുന്നത്. 4x ആവുമ്പോൾ 4 × 24 ഈക്വൽ ടു 96 മീറ്റർ. അത് ഹൈപ്പോട്ന്യൂസ് അഥവാ കർണമാണ് BC. അതെന്തായിരുന്നു? 5x ഈക്വൽ ടു 5 × 24 ഈക്വൽ ടു 120 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? The perimeter of the triangle is 24. പെരിമീറ്റർ എത്രയാവുക? 24 ആണെങ്കിൽ 3 സൈഡുകൾ എത്ര?
ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എങ്ങനെയൊക്കെയാണ് 3 സൈഡും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 3x + 4x + 5x ഈക്വൽ ടു എത്രയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മളോട്? 24. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പെരിമീറ്റർ 24. 3 സൈഡുകൾ 3x 4x 5x നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 24. പെരിമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കുക? ട്രയാങ്കിളിന് 3 സൈഡും തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ 3x 4x 5x നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12x ഈക്വൽ ടു 24 ഇൻറ്റു 12 വലത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ബൈ x ഈക്വൽ ടു 24/12. ഒരു 12 12 2 12 24. അപ്പോൾ x ഈക്വൽ ടു 2. 12 കൂടെ 2 ഗുണിച്ചാലാണ് 24. നമുക്ക് ഓരോ സൈഡ് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. പെർപെൻഡിക്കുലർ സൈഡ് രണ്ടെണ്ണം 3x 4x. അപ്പോൾ 3x ഈക്വൽ ടു 3 × 2 2 × 3 6 മീറ്റർ. ഇനി അടുത്ത പെർപെൻഡിക്കുലർ സൈഡ് 4x 4 × 2 ഈക്വൽ ടു 8 മീറ്റർ. ഇനി അടുത്തത് എന്താണ്? ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം ഈക്വൽ ടു 5x 5 × 2 ഈക്വൽ ടു 10 മീറ്റർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പെർപെൻഡിക്കുലർ സൈഡ് 1 പെർപെൻഡിക്കുലർ സൈഡ് 2 ഹൈപ്പോട്ന്യൂസ് കർണം അഥവാ ലംബവശം 1 ലംബവശം 2 കർണം എന്നങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ രണ്ടെണ്ണം ചെയ്ത് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ഈസ് 24 സ്ക്വയർ മീറ്റർ. അവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏരിയ എത്രയാണ്? 24. അങ്ങനെയാണെങ്കിൽ 3 സൈഡുകൾ ഏതൊക്കെയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ എങ്ങനെ കാണുക? ½ × b × h. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇത് b, ഇതെന്തായിരിക്കും? h. അപ്പോൾ ഇത് 3 എടുത്ത് കഴിഞ്ഞാൽ എത്രയാണ്? 4. നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏരിയ എങ്ങനെ കാണുക? ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ½ × b × h ആണ്. ഏരിയ 24 ക്വസ്റ്റ്യനിലുണ്ട്. അപ്പോൾ 24 ഈക്വൽ ടു 1/2 ഇൻറ്റു b എന്ന് പറഞ്ഞാൽ 3 ആണ്. അതായത് 3x ഇൻറ്റു 4x. 24 ഈക്വൽ ടു 1/2 ഇൻറ്റു 3 × 4 12 x ഇൻറ്റു x സ്ക്വയർ. ഇനി 12ൻ്റെ പകുതി എത്രയാണ്? 6. 24 ഈക്വൽ ടു 12/2 6. 6 × 1 6x സ്ക്വയർ ഇൻറ്റു 6 ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇടത്തെ സൈഡിലേക്ക് പോകുമ്പോൾ ബൈ 24/6 സമം x സ്ക്വയർ. 24/6 എന്ന് പറയുമ്പോൾ 6 4 24. അപ്പോൾ 4 ഈക്വൽ ടു x സ്ക്വയർ. സ്ക്വയർ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ റൂട്ട്. അപ്പോൾ x ഈക്വൽ ടു √4. √4 എത്രയാണ്? 2. അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ സൈഡ് എഴുതാം. ഞാൻ എഴുതണില്ല, നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ ഒപ്പം എടുക്കുക. പെർപെൻഡിക്കുലർ സൈഡ് ലംബവശം 1. അപ്പോൾ ഏതെന്തായിരുന്നു? 3x 3 × 2 ഈക്വൽ ടു 6 മീറ്റർ. ഇത് ലംബവശം 2 പെർപെൻഡിക്കുലർ സൈഡ് സെക്കൻഡ് 4x 4 × 2 2 × 4 8 മീറ്റർ. അത് 5x ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം 5 × 2 ഈക്വൽ ടു 10 മീറ്റർ. നമുക്ക് ഇവിടെ ഏരിയയും നമുക്കിപ്പോൾ കിട്ടിയത് എന്താണ്? ഏരിയയിൽ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് 6 8 10. അപ്പോൾ 3 സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ന്യൂസ് എത്രയാണ്? 24 മീറ്റർ ആണെങ്കിൽ അതിന് എന്തിലേക്ക് മാറ്റണം? മീറ്ററാണല്ലൊക്കെ ചെയ്തത്, അതിന് എന്തിലേക്ക് മാറ്റുക? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിയിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ചോദ്യം നമുക്ക് എല്ലാ ചോദ്യം നമുക്ക് എന്ത് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൈപ്പോട്ന്യൂസ് 24. അപ്പോൾ
4th ക്വസ്റ്റ്യൻ ഹൈപ്പോട്ന്യൂസ് 24. ഹൈപ്പോട്ന്യൂസ് പറയുമ്പോൾ എങ്ങനെയായിരുന്നു? കർണം 5x ആണ് അല്ലേ? നമ്മൾ നേരത്തെ തുടക്കത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈക്വൽ ടു എത്ര വേണം? 24. അപ്പോൾ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇൻറ്റു ബൈ ആയി. എക്സ് ഈക്വൽ ടു 24/5. നമ്മൾ പോയിന്റ് വരും 24 ഹരിക്കണം 5, 4 5 20, 4.085 40. അപ്പോൾ എക്സ് ഈക്വൽ ടു 4.8 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്തിലേക്ക് മാറ്റണം? ആദ്യം നമ്മൾ മീറ്ററിൽ കണ്ടെടുത്തതിന് ശേഷം നമുക്ക് എന്തിലേക്ക് മാറ്റാം? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ 3x ഈക്വൽ ടു 3 × 4.8 നിങ്ങൾ ഗുണിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് 14.4 മീറ്റർ കിട്ടി. ഗുണിച്ചിട്ട് അവസാനം പോയിന്റ് ഇട്ടാൽ മതി. ഇനി 4x ഈക്വൽ ടു 4 × 4.8 ഈക്വൽ ടു 19.2 മീറ്റർ. 5x 4 × 5 × 4.8 ഗുണിച്ച് കഴിഞ്ഞ് നമുക്ക് 24 മീറ്റർ എന്ന് കിട്ടി. അപ്പം എന്തിലേക്ക് മാറ്റണം? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? 14 മീറ്റർ 40 സെൻറ്റിമീറ്റർ. കൺവേർട്ട് അതായത് ലെങ്ത് ഇൻ മീറ്റർ ആൻഡ് സെൻറ്റിമീറ്റർ. മീറ്ററിലും സെൻറ്റിമീറ്ററിലും ഇടണം. അപ്പോൾ ഈസിയാണ്. 14 ആദ്യത്തെ എന്തായിരിക്കും? 14 മീറ്റർ 14 മീറ്റർ നമുക്ക് മീറ്ററിലും സെൻറ്റിമീറ്ററിലുമാണ് വേണ്ടത്. 14 മീറ്റർ. ഇനി മീറ്റർ സെൻറ്റിമീറ്ററിലേക്ക് ആക്കുമ്പോൾ 10 ആയിട്ട് ഗുണിക്കുക. 4 × 10 40 സെൻറ്റിമീറ്റർ. ഇനി 19.2 ആണ്. അപ്പോൾ 19 മീറ്റർ. മീറ്റർ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ 2നെ 10 ആയിട്ട് ഗുണിക്കുക. 2 × 10 20 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ ആണെങ്കിലോ 20 മൊത്തം 24 മീറ്ററിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ 24 മീറ്റർ. സെൻറ്റിമീറ്ററിലാക്കാൻ പോകുന്നതിന് ശേഷം നമ്പർ ഇല്ല. വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 0 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യത്തെ നമ്പറിനെ മീറ്റർ ആക്കിയിട്ട് എഴുതി. രണ്ടാമത്തെ നമ്പറിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കാൻ നമ്മൾ എത്രയായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്? 10 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത്. ഇതാണ് സെക്കൻഡിൽ വരുന്ന 4 ചോദ്യങ്ങൾ. നമുക്ക് ഈ പേജ് നമ്പർ 133 തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇനി പേജ് നമ്പർ 133 ലാസ്റ്റ് ചോദ്യം. The side of the two squares are in the ratio 3:4. What is the ratio of their areas? അതായത് സൈഡുകൾ തമ്മിൽ റേഷ്യോ 3:4 ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയകൾ തമ്മിൽ റേഷ്യോ കാണാൻ. അപ്പോൾ ഏരിയ 1 എന്നും ഏരിയ 2 എന്നും കൊടുത്ത്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുക. ഏരിയ ഇങ്ങനെ കണ്ടുപിടിക്കുക. സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ ഒന്നാമത് നമ്മൾ സൈഡ് 1ൻ്റെ സ്ക്വയർ ടു സൈഡ് 2ൻ്റെ സ്ക്വയർ. ഒന്നാമത്തെ സൈഡിന് എത്രയായിരുന്നു? 3 സ്ക്വയർ ടു 4 സ്ക്വയർ. 3യുടെ സ്ക്വയർ എത്രയാണ്? 9 ടു 16. അപ്പോൾ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ 9:16. സിമ്പിളാണ്. അതിലാണെങ്കിൽ പരപ്പളവ് 1 ടു പരപ്പളവ് 2. ഇനി വശം 1ൻ്റെ മലമിടി ഇവിടെ എഴുതാം. വശം 1ൻ്റെ സ്ക്വയറും അതുപോലെ തന്നെ വശം 2ൻ്റെ സ്ക്വയറും. കാരണം എന്താ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. നമ്മളിങ്ങനെ കാണുക റേഷ്യോ ഓഫ് ദിയർ ഏരിയ. സ്ക്വയറിൻ്റെ ഏരിയ ഇങ്ങനെ സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ സൈഡിൻ്റെ സ്ക്വയറുകൾ എന്തെടുത്ത്? റേഷ്യോ എടുത്ത്. അത്രയേ ഉള്ളൂ. പേജ് നമ്പർ 133 വരെയുള്ള എല്ലാ ടെക്സ്റ്റ് ബുക്ക് വർക്കൗട്ടും ഒപ്പം നമ്മൾ ആക്ടിവിറ്റീസും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ നമ്മൾ ചെയ്ത് തന്നെ പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും പാർട്ടുകളോ ഏതെങ്കിലും ചാപ്റ്ററുകളോ വേണമെങ്കിലും എന്ത് ചെയ്താൽ മതി? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം എല്ലാതും അപ്ലോഡ് ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.